മുന്നിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അൻവർ LDF-ന്റെയും UDF-ന്റെയും കോട്ടകൊത്തളങ്ങളിൽ കയറിക്കൂടിയിരിക്കുന്നു. അവിടെ കൃത്യമായി തന്റെ വോട്ടുകൾ നേടിയ പശ്ചാത്തലമുണ്ടാകുന്നു. അൻവർ കരുത്തു കാട്ടുന്നു. 5000 കടന്നുള്ള മുന്നേറ്റം അൻവർ ഉണ്ടാക്കുന്നു. NDA സ്ഥാനാർത്ഥി ചിത്രത്തിൽ പോലുമില്ല. പക്ഷേ ആര്യൻ ഷൗക്കത്ത് ഈ സമയത്തും 2376 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ള അതിനിർണായകമായ ഒരു ഫാക്ടർ കൂടിയുണ്ട്. 2376 വോട്ടുകൾക്ക് ഷൗക്കത്ത് മുന്നിലാണ്. ഇരു മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് PV അൻവറിന്റെ കുതിപ്പും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 5000-ന് മുകളിൽ വോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കേരള രാഷ്ട്രീയത്തിൽ, നിലമ്പൂർ രാഷ്ട്രീയത്തിൽ തന്നെ തല്ലിയവർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ച ഒരു പക്ഷേ അൻവർ നിലമ്പൂരിന്റെ മണ്ണിലൂടെ നടന്നേക്കാം. അതിനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും ലീഗ് എടുക്കാൻ പോകുന്ന നിലപാട് കൂടി പ്രധാനമാണ്. അല്ലെങ്കിൽ ലീഗ് പോലും എഴുതി തള്ളിയനെ അൻവറിനെ. ഇനിയിപ്പോ മൂത്തേടം പറയും. മൂത്തേടത്തെ ലീഗ് നേതൃത്വം പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ ലീഗ് തികഞ്ഞ കോൺഫിഡൻസിലായിരുന്നു. അത് എന്തായാലും UDF-ന്റെ വിജയം ഉറപ്പായി എന്ന സ്ഥിതിക്ക് കാണാം ഒരുപക്ഷെ ഈ ലീഗിന്റെ പ്രതികരണം കാണുന്നത്. കാരണം അവർ പ്രതീക്ഷിച്ച ഒരു ലീഡിലേക്ക് വരുന്നു. ഒരുപക്ഷെ ഭൂരിപക്ഷത്തിൽ മാറ്റമുണ്ടായാൽ പോലും ഷൗക്കത്ത് നിലമ്പൂർ ഇത്തവണ പിടിക്കും എന്ന് ലീഗ് ഉറപ്പിക്കുന്നു. അത് വേണം ലീഗിന്റെ ഈ പ്രതികരണം നൽകുന്ന സൂചന. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ എണ്ണുന്നത് ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ്. അതെ സജിത്ത്, ലീഗ് ഏതെങ്കിലും തരത്തിൽ ഈ PVR ഇഫക്റ്റിനെ കുറിച്ച് പ്രതികരിക്കുന്നുണ്ടോ? ഈ വഴിക്കടവിൽ ഈ UDF പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ നേടിയ ഈ വോട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ ലീഗ്? ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. 2376 വോട്ടുകൾക്ക് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. ലീഗ് നേതാക്കളുടെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നു. പാണക്കാട് തങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം അതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാകാം. ഏതായാലും UDF നമുക്കൊരു അന്തിമ വിജയത്തിലേക്ക് എത്താൻ പറ്റും. അത് ഇനിയും വോട്ടുകൾ എണ്ണാനുണ്ടല്ലോ. എന്നിട്ട് നമുക്ക് അവസാനമായിട്ട് അത് വിലയിരുത്താം. ഞങ്ങൾക്ക് പിന്നെ യാത്ര ഉണ്ട്. അപ്പോൾ ട്രെയിനിൽ ആണ് വന്ദേ ഭാരതിന് കയറുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ മാധ്യമങ്ങളെ കണ്ടത്. ഇനിയൊക്കെ റിസൾട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാനിക്കുട്ടി പറഞ്ഞു വെക്കുന്നതാണ്. അതായത് ഒരു വിജയം ഉറപ്പിച്ച വാർത്താ സമ്മേളനമല്ല, ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടതുണ്ട്. അതിന് മുൻപ് മാധ്യമങ്ങൾ കണ്ടപ്പോൾ സംസാരിച്ചതേ ഉള്ളൂ. വിജയത്തിന് ശേഷം വിജയം വന്നതിന് ശേഷം സംസാരിക്കാം എന്നാണ്. ലീഗ് നേതാക്കന്മാർ മാധ്യമങ്ങളെ കടന്ന് അതേ സമയത്ത് ലീഗിന്റെ സ്ട്രോങ് ബെൽറ്റിൽ എണ്ണുന്നു. മൂത്തേടം മാത്രമായിട്ട് ഈ വോട്ട് വരുമ്പോൾ അറിയാം ലീഗ് അണികളെടുത്ത നിലപാട് എന്താണെന്നുള്ളത്. 2376 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ് ഈ 4ാം റൗണ്ടിൽ എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് ലീഡ് നിലകൾ മാറി മറിയുന്നുണ്ട്. 4ാം റൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നു. മൂത്തേടത്തെ കടന്നിരിക്കുന്നു. മൂത്തേടത്തെ 10 ബൂത്തുകൾ 4ാം റൗണ്ടിലുണ്ട്. 4 ബൂത്തുകൾ വഴിക്കടവാണ്. ഒരുപക്ഷെ അത് എണ്ണി തീർന്നു കാണാം. മൂത്തേടം പഞ്ചായത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ 10 ബൂത്തുകൾ മൂത്തേടത്ത് 4ാം റൗണ്ടിലുണ്ട്. അവിടെ എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം. അവിടെയും ഷൗക്കത്ത് ഒരു ലീഡ് നിലയിൽ മുന്നേറിയാൽ ഒരുപക്ഷെ 10,3500 വോട്ടുകളിലേക്ക് എത്തിയാൽ ക്രമാനുഗതമായി ഒരു വിജയത്തിലേക്ക് ഷൗക്കത്ത് നടന്നു കയറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ 2376 എന്ന ഒരു ആശ്വാസ കണക്ക് UDF-നെ സംബന്ധിച്ചിടത്തോളം 2814 ഷൗക്കത്ത് ലീഡ് നില വീണ്ടും ഉയർത്തുന്നു. 2814 ചിത്രം അതാണ്. 2814 4ാം റൗണ്ടിന്റെ പൂർണ്ണമാവാത്ത ചിത്രത്തിൽ ഷൗക്കത്തിന്റെ ലീഡ് നില ഉയർന്നിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. മൂത്തേടം പഞ്ചായത്താണ് ഇപ്പോൾ എണ്ണുന്നത്. ശ്രദ്ധിക്കുക, മൂത്തേടം പഞ്ചായത്തിന്റെ കൗണ്ടിംഗ് ആണ്. അവിടെ UDF-ന്റെ ശക്തി കേന്ദ്രം തന്നെയാണ്. കോൺഗ്രസിന്റെ ലീഗിന്റെയും ശക്തി കേന്ദ്രമാണ്. അവിടെയാണ് ഇപ്പോൾ കൗണ്ടിംഗ് നടക്കുന്നത്. അവിടെ അൻവറിന്റെ വോട്ട്